ഹലോ, ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണല്ലോ ഫോട്ടോ നെയിം സ്ലിപ്പ്. അപ്പോൾ നമുക്കും അതും ട്രൈ ചെയ്ത് നോക്കിയാലോ? നെയിം സ്ലിപ്പ് ക്രിയേറ്റ് ചെയ്യാനായി ക്രോമിനകത്ത് ക്യാൻവ എന്ന സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിൽ തന്നെ പ്ലസ് ചിഹ്നം കണ്ടില്ലേ, അത് ഓപ്പൺ ചെയ്ത് ബിസിനസ് കാർഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ആ പേജ് ഓപ്പൺ ചെയ്തെടുക്കുക. ഇതിനകത്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ക്യാൻവയുടെ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഗൂഗിളിനകത്താണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് താഴെ എലമെൻറ്റ്സ് കണ്ടില്ലേ, എലമെൻറ്റ്സ് ക്ലിക്ക് ചെയ്ത് അതിൽ നിന്ന് ഒരു ഷേപ്പ് എടുത്ത് നമ്മളവിടെ കൊണ്ട് ഫിക്സ് ചെയ്യുക. ഡ്രാഗ് ചെയ്ത് വലുതാക്കി വെക്കുക. അതിലാണ് നമ്മൾ പേരും ബാക്കി ഡീറ്റെയിൽസും എല്ലാം എഴുതുന്നത്. പിന്നെ അടുത്ത് പോയി വീണ്ടും ഫോട്ടോ വെക്കാനുള്ള സ്പേസ് കൊണ്ടുവന്ന് അതും വെക്കുക. എന്നിട്ട് നമ്മുടെ ഗാലറിയിൽ പോയി നമുക്ക് ഏത് ഫോട്ടോയാണോ വേണ്ടത് അത് അപ്ലോഡ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് കളർ കൊടുക്കണമെങ്കിൽ കളർ കൊടുക്കാം. നമ്മുടെ ഇഷ്ടം പോലെ അതിന് നമ്മൾ എഡിറ്റ് ചെയ്യാം. നമ്മുടെ തിങ്കിങ്ങിലാണ് ബാക്കി കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോകുന്നത്. നമ്മളത് എഡിറ്റ് ചെയ്ത് ബാക്കിയെല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം എടുത്ത് അതിൻ്റെ സൈഡെല്ലാം ഒന്ന് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. ഇതിൽ നമ്മൾ ഒരു ഭാഗം സെലക്ട് ചെയ്തിട്ട് അവിടെ ആ മോർ എന്നുള്ള ഓപ്ഷൻ കണ്ട് താഴോട്ട് പോകുമ്പോൾ 3 കുത്ത്, അതിൽ നമുക്ക് മോർ എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് സെലക്ട് മൾട്ടിപ്പിൾ കൊടുക്കാം. അപ്പം നമുക്ക് ഒരു കാര്യം ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഒരുമിച്ച് സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്കത് ഒരുമിച്ച് ഡ്രാഗ് ചെയ്യുകയോ ഒരുമിച്ച് അതിൽ ചെറുതാക്കി വലുതാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് സേവ് കൊടുത്താൽ മതി. നമ്മൾ JPGയിലാണ് സേവ് കൊടുക്കുന്നത്. അങ്ങനെ സേവ് കൊടുത്തു കഴിഞ്ഞ് വീണ്ടും നമ്മൾ ക്യാൻവയുടെ അകത്ത് പോയി ഹോം പേജ് എടുക്കുക. എന്നിട്ട് A3 ഡോക്യുമെൻ്റ് എന്ന് സെർച്ച് ചെയ്യുക. ലാൻഡ്സ്കേപ്പ് മോഡിലുള്ള A3 ഡോക്യുമെൻറ്റിൽ നമ്മൾ ഗാലറിയിൽ പോയി നമ്മൾ ചെയ്ത് വെച്ച നെയിം സ്ലിപ്പ് കൊണ്ടുവന്ന് ഡ്രാഗ് ചെയ്ത് അത് അറേഞ്ച് ചെയ്യുക. ഒരു A3 ഡോക്യുമെൻറ്റിനകത്ത് നമുക്ക് 30 നെയിം സ്ലിപ്പ് വരെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ 30 നെയിം സ്ലിപ്പ് അറേഞ്ച് ചെയ്ത് എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് സേവ് ചെയ്യണം. ഞാനത് PDF പ്രിൻറ്റ് എന്നുള്ള ഓപ്ഷനാണ് സേവ് ചെയ്തത്. PDF ആയിട്ട് സേവ് ചെയ്യുക. നമുക്കിത് കടയിൽ പോയി ഇത് സെൻഡ് ചെയ്ത് കൊടുത്ത് പ്രിൻ്റ് എടുത്താൽ മതി. സ്റ്റിക്കർ പേപ്പറിലാണ് നമ്മൾ പ്രിൻ്റ് എടുക്കേണ്ടത്.